ഒരു പാവപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് രണ്ടുപേർ കടന്നു വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, അത് നിങ്ങളൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഉമ്മയോട് ഒരു നിബന്ധന പറഞ്ഞു, ഉമ്മ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ സ്വർണം നിങ്ങൾ തിരിച്ചു തരാവൂ എന്നും കൂടെ ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഈ രണ്ടുപേരും മടങ്ങിപ്പോയി. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ആ രണ്ടിൽ ഒരാൾ ഓടി ഉമ്മയെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ അന്ന് വെച്ചേക്കുന്ന സ്വർണം ഇങ്ങെടുത്ത് തരണം. ഉമ്മ നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമയാണ്, മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. ഈ പ്രിയപ്പെട്ട ഉമ്മ കയ്യിൽ വെച്ചിരുന്നതായ സ്വർണം അയാൾക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ അയാൾ ആ സ്വർണം കൊണ്ട് നാട് വിട്ടു. അങ്ങനെ മറ്റേയാൾ കടന്നു വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മയോട് അന്ന് ഞാൻ ഒരു നിബന്ധന പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ മാത്രമേ ആ സ്വർണം തരാൻ പാടുള്ളൂ എന്ന് ഉമ്മയോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉമ്മയാണ് ഇതിൻ്റെ അമാനത്ത് ഏറ്റെടുത്തത്, ഉമ്മ അതിൻ്റെ നഷ്ടപരിഹാരം തരണമെന്ന് വളരെ കാർക്കശ്യത്തോടു കൂടി ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുകയാണ്. വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഉമ്മ, വല്ലാതെ വിഷമിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് വല്ലാത്ത മനപ്രയാസം പേർന്നു നടക്കുന്ന ആ ഉമ്മ രാത്രി വീട്ടിലേക്ക് ആ ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ കടന്നു വരികയാണ്. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്തിനാണ് ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ട ആ മകൻ ഉമ്മയ്ക്ക് ഒരു പോൻവഴി പറഞ്ഞു കൊടുത്തു, ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. അതാണ് രസകരമായ സംഭവം. ഉമ്മ നിങ്ങളോട് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, രണ്ടുപേരും ഒരുമിച്ച് മടങ്ങി വന്നാൽ മാത്രമേ സ്വർണം തിരിച്ചു കൊടുക്കാവൂ എന്നല്ലേ അവർ നിബന്ധന പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇനി കടന്നു വന്ന് തിരികെ ചോദിച്ചാൽ മറ്റേയാളെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉമ്മ പറയണമെന്ന് ഈ പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മയ്ക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഉമ്മയും മകനും ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർദി ഇൽമ, ഇൽമിനാൽ ലോകം മുഴുവനും പ്രകാശിപ്പിക്കുന്ന നിറയ്ക്കുന്ന ഒരു പണ്ഡിതൻ ഖുറൈശി തറവാട്ടിൽ ജനിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രസ്താവന നടത്തിയെന്ന് ഇമാമിയങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ മകൻ്റെ പേരാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു.